ചേച്ചി ഇനി എപ്പോ വരും? എന്ന് വരുമെന്ന് പറയാൻ കഴിയില്ല പ്രിയെ. കുറേശ്ശെ പ്രൈവറ്റ് പ്രാക്ടീസ് ഉള്ളത് കൊണ്ട് വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ചേച്ചി ഇനി വരില്ലായിരിക്കും. നീ എന്താ അങ്ങനെ പറഞ്ഞത്? നിന്നെയും സാറിനെയും എനിക്ക് മറക്കാൻ കഴിയുമോ? അല്പം ഒഴിവ് കിട്ടിയാലുടൻ ഞാൻ വരാം. പൊയ്ക്കോ. വേണ്ട, വണ്ടി വിട്ടിട്ട് ഞാൻ പൊയ്ക്കോളാം. വേണ്ട, സാരമില്ല, നീ പൊയ്ക്കോ. പൊയ്ക്കോളാൻ. ചേച്ചി, തിലകൻ ചേട്ടന്റെ എഴുത്ത് വന്നാൽ വിവരങ്ങൾ അറിയിക്കണം. അറിയിക്കാം. പൊയ്ക്കോളൂ. എന്നെ അറിയുമോ? കണ്ടിട്ടുള്ളതുപോലെ എന്റെ പ്രസവം എടുത്ത ഡോക്ടർ കൊച്ചമ്മയാണ് എനിക്കുള്ള ബസ് പോലെ ഇവിടെ തന്നു. ആ, ഓർക്കുന്നു. കുഞ്ഞെവിടെ? വീട്ടിലെ അമ്മയെ ഏൽപ്പിച്ചിട്ട് ഒരു ജോലിക്ക് പോവുകയാണ്. അമ്മയല്ലാതെ എനിക്ക് ആരുമില്ല. കുഞ്ഞിന്റെ അച്ഛനില്ലേ? ഞാനൊരു സോപ്പ് കമ്പനിയിൽ ജോലിക്ക് നിന്നു. അപ്പോ അവിടുത്തെ കൊച്ചുമുതലാളിയിൽ ജനിച്ച കുഞ്ഞാണ്. ഗർഭിണിയായ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കിയപ്പോ കുഞ്ഞിന് ചെലവിന് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. പ്രസവം കഴിഞ്ഞ് ഞാൻ ചെന്നപ്പോ ആ ദ്രോഹി കൈമലർത്തി. നാട്ടുകാരിൽ ചിലരെ സഹായിച്ച് കുഞ്ഞിന് ചെലവിന് കൊടുക്കാൻ കേസ് കൊടുപ്പിച്ചു. ആ കേസ് തള്ളിപ്പോയി. ജയമോഹൻ എന്നൊരു വലിയ വക്കീലാണ് മുതലാളിക്ക് വേണ്ടി കേസ് പറഞ്ഞത്. കുഞ്ഞിന് ചെലവിന് കിട്ടാത്തതിൽ എനിക്ക് സങ്കടമില്ല. ഞാൻ നാട്ടിലുള്ള എല്ലാ ആണുങ്ങളുടെയും കൂടെ വ്യഭിചരിച്ച് നടക്കുന്നോളാണെന്ന് ആ വക്കീൽ അദ്ദേഹം കോടതിയിൽ പറഞ്ഞു കളഞ്ഞു. സത്യദോഷം പറഞ്ഞ ആ മഹാപാപിയോട് ദൈവത്തമ്പുരാൻ ചോദിക്കും. ഇതാ പാലക്കുഞ്ഞ് വന്നു. ശുഭക്കുഞ്ഞ് 2-3 പ്രാവശ്യം അന്വേഷിച്ച് വന്ന വിവരം ഞാൻ പറഞ്ഞു. തിലകുഞ്ഞിന് മുറിയിലുണ്ട്. അല്ല, ഇതാര്? സുഖയോ? നീ പല പ്രാവശ്യം തിരക്കി വന്നു എന്ന് പണിക്കരമ്മാവൻ പറഞ്ഞു. വായിരിക്കും. എന്താ സുഖ? നീ വല്ലാതെ പരിഭ്രമിച്ചിരിക്കുന്നല്ലോ. എന്താ കുട്ടി? എന്ത് സംഭവിച്ചു? പറയൂ. എന്റെ ജീവിതം തകർന്നു. ഇവിടെ ഇരിക്കേ. കാര്യം എന്താണെന്ന് പറയൂ. എന്തിന് പരിഹാരം ഉണ്ടല്ലോ, പറയൂ. ചേച്ചിക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ കഴിയൂ. നിനക്ക് എന്താവത്ത് വന്നാലും ഞാൻ രക്ഷിക്കുന്നുണ്ട്. നീ എനിക്ക് അന്യല്ല. പറയൂ, തുറന്നു പറയൂ. എന്താ കാര്യം? ഒരു ദ്രോഹി എന്നെ നശിപ്പിച്ചു. ഞങ്ങളുടെ വീട്ടുടമസ്ഥൻ വാടക പിരിക്കാനായി വീട്ടിൽ വന്നതാണ്. അപ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ദ്രോഹി എന്നെ ബലാത്സംഗം ചെയ്തു. കരുത്തനായ മനുഷ്യന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് കഴിഞ്ഞില്ല ചേച്ചി. എന്റെ തിലകൻ സ്നേഹിച്ച പെൺകുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചല്ലോ. ഞാൻ എങ്ങനെ എന്റെ തിലകൻ ചേട്ടന്റെ മുഖത്ത് നോക്കൂ? എന്റെ ചേച്ചി എന്നെ രക്ഷിക്കൂ. സംഭവിച്ചില്ലേ? ഇനി ഞാൻ എങ്ങനെ രക്ഷിക്കും? എന്റെ ചേച്ചിക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ കഴിയൂ. എന്നായിരുന്നു ഈ സംഭവം? 3 മാസമായി. നീ ഗർഭിണിയാണോ? അതെ. ഓഹോ, അതാണ് സംഗതി. അപ്പോൾ നീ അപകടം സംഭവിച്ച പെൺകുട്ടിയല്ല. എന്റെ ചേച്ചി എന്താണ് ഇങ്ങനെ പറയുന്നത്? 3 മാസത്തിനിടയിൽ പല പ്രാവശ്യം നാം തമ്മിൽ കണ്ടില്ലേ? ഈ സംഭവത്തെ പറ്റി നീ ഇതുവരെ പറയാഞ്ഞത്? എന്റെ തിലകൻ ചേട്ടന്റെ പെങ്ങളോട് ഞാൻ ഇതെങ്ങനെ പറയൂ? ഇപ്പോൾ പറഞ്ഞതിന് ഉദ്ദേശമുണ്ട് ഇല്ലേ? ഞാൻ നിന്റെ ഗർഭം അലസിപ്പിക്കണമെന്നാണോ? അത് സാധ്യമല്ല. നീ ഒരു സാധാരണ സ്ത്രീയല്ല. എന്റെ സഹോദരൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച സ്ത്രീയാണ്.
എനിക്കിപ്പോഴും ചേച്ചിയോട് പറയാതിരിക്കാമായിരുന്നു. മറ്റേതെങ്കിലും ആശുപത്രിയിൽ പോയി മറ്റൊരു ഡോക്ടറെ കൊണ്ട് അബോർഷൻ നടത്താമായിരുന്നു. ഞാൻ ഏറ്റു പറഞ്ഞത് എന്റെ ചേച്ചിയുടെ മുമ്പിൽ. ഇതിന് പരിഹാരമുണ്ടാക്കി തരണമെന്ന് പറയുന്നത് ഡോക്ടർ ബാലാദേവിയോട്. ബാലാദേവി തിലകന്റെ സഹോദരിയാണ്. തിലകന്റെ സഹോദരി ഡോക്ടറാണെന്ന് ഞാൻ വിചാരിച്ചു.